പ്രണയവും ആകർഷണവും മനുഷ്യാനുഭൂതികളുടെ ഏറ്റവും സുന്ദരവും എന്നാൽ അതിനേക്കാളേറെ സംശയങ്ങൾ നിറഞ്ഞതുമായ തലങ്ങളാണ്. ചരിത്രാതീത കാലം തൊട്ട് ഇന്നുവരെ മനുഷ്യരാശി ഏറ്റവും കൂടുതൽ ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും കവിതകളും കഥകളും രചിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് മനസ്സിൽ മുട്ടിടുന്ന അനുരാഗം. എന്നാൽ പ്രണയം അല്ലെങ്കിൽ ആകർഷണം എന്നത് പലപ്പോഴും വാക്കുകളിലൂടെ നേരിട്ട് പ്രകടിപ്പിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു വ്യക്തിക്ക് മറ്റൊരാളോട് തീവ്രമായ ആകർഷണം തോന്നുമ്പോൾ അത് അവരുടെ സംഭാഷണങ്ങളിലൂടെ നേരിട്ട് പുറത്തു വരുന്നതിനേക്കാൾ അവരുടെ അബോധ മനസ്സ് നിയന്ത്രിക്കുന്ന സൂക്ഷ്മമായ ശരീരഭാഷയിലൂടെയും കൺചലനങ്ങളിലൂടെയും ഭാവങ്ങളിലൂടെയുമാണ് പുറത്തേക്ക് ഒഴുകിയെത്തുന്നത്. നമ്മുടെ ബോധമനസ്സ് വികാരങ്ങളെ മറച്ചുവെക്കാൻ ശ്രമിക്കുമ്പോഴും തലച്ചോറിലെ സബ് കോൺഷ്യസ് ലെവൽ അതിനെ ശരീരഭാഷാ സിഗ്നലുകളായി പുറത്തുവിട്ടുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് മനസ്സിൽ ആഴത്തിലുള്ള നിഗൂഢമായ ആകർഷണം തോന്നുമ്പോൾ അവൾ അറിയാതെ തന്നെ പ്രകടിപ്പിക്കുന്ന ചില പ്രത്യേക മനഃശാസ്ത്രപരമായ ലക്ഷണങ്ങളുണ്ട്. സാധാരണ പെരുമാറ്റങ്ങൾക്കപ്പുറം മനസ്സിന്റെ അടിത്തട്ടിലെ വികാരങ്ങളെയും വിചാരങ്ങളെയും കൃത്യമായി വിളിച്ചോതുന്ന അത്തരം 10 പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും അവയ്ക്ക് പിന്നിലെ ആഴത്തിലുള്ള മനഃശാസ്ത്രപരമായ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നും ഓരോ ലക്ഷണങ്ങളും എങ്ങനെ തിരിച്ചറിയാമെന്നും നമുക്കിന്ന് വളരെ വിശദമായി പരിശോധിക്കാം. ഒന്നാമതായി, മറഞ്ഞു നിന്നുള്ള നോട്ടവും സൂക്ഷ്മമായ നിരീക്ഷണവുമാണ്. മനഃശാസ്ത്രപരമായ വിശകലനത്തിൽ ഒരു വ്യക്തിയോട് നമുക്ക് ആഴത്തിൽ ആകർഷണം തോന്നുമ്പോൾ ആ വ്യക്തിയെ നിരന്തരം കാണാനും അവരുടെ ഓരോ ചലനങ്ങളും കൺകുളിർക്കെ നിരീക്ഷിക്കാനും നമ്മുടെ മനസ്സ് തീവ്രമായി ആഗ്രഹിക്കും. എന്നാൽ അതേ സമയം തന്നെ തൻ്റെ ഉള്ളിലെ ഈ വലുപ്പമേറിയ വികാരം മറ്റുള്ളവരോ അല്ലെങ്കിൽ ആ പ്രത്യേക വ്യക്തിയോ തിരിച്ചറിയുമോ എന്ന ഭയം അവരുടെ അബോധ മനസ്സിനെ പിന്നോട്ട് വലിക്കുന്നു. ഈ 2 വിപരീത വികാരങ്ങൾ ഒരേ സമയം മനസ്സിൽ പോരാടുമ്പോഴാണ് മറഞ്ഞു നിന്നുള്ള നോട്ടമുണ്ടാകുന്നത്. അവൻ മുന്നിൽ നിൽക്കുമ്പോൾ നേരിട്ട് കണ്ണുകളിലേക്ക് നോക്കാൻ കടുത്ത ലജ്ജയും പരിഭ്രമവും തോന്നുകയും അതിനു പകരമായി സ്വന്തം മുടിയിഴകളുടെയോ വിരലുകളുടെയോ അല്ലെങ്കിൽ കയ്യിലുള്ള പുസ്തകത്തിൻ്റെയോ ചുറ്റുമുള്ള എന്തെങ്കിലും വസ്തുക്കളുടെയോ മറവിലൂടെ അവനെ രഹസ്യമായി നിരീക്ഷിക്കാൻ അവൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഒരു കൂട്ടത്തിലിരിക്കുമ്പോൾ ആ സ്ത്രീ നിങ്ങളെ നേരിട്ട് നോക്കാതെ എന്നാൽ നിങ്ങൾ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ മാത്രം നിങ്ങളിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അബോധപൂർവമായി ഉണ്ടാകുന്ന ആകർഷണത്തിന്റെ ഏറ്റവും പ്രകടമായ ലക്ഷണമാണ്. നേരിട്ടുള്ള കാഴ്ചയേക്കാൾ നിഗൂഢവും ആഴമേറിയതുമായ ഒരു വൈകാരിക ബന്ധം സ്ഥാപിച്ചെടുക്കാൻ മനസ്സ് ശ്രമിക്കുന്നത് ഇത്തരം സൂക്ഷ്മമായ ഒളിക്കണ്ണുകളിലൂടെയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് തലച്ചോറിലെ വിഷ്വൽ പ്രോസസ്സിംഗ് യൂണിറ്റും വൈകാരിക കേന്ദ്രമായ അമിഗ്ദല്ലയും തമ്മിലുള്ള സങ്കീർണമായ ബന്ധമാണ്. താൻ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് പുരുഷൻ അറിയരുത്, എന്നാൽ അവൻ്റെ എല്ലാ ചലനങ്ങളും മനസ്സിൽ പതിയുകയും വേണം എന്ന അബോധ മനസ്സിന്റെ ആഗ്രഹമാണ് ഇത്തരം നോട്ടങ്ങളായി പുറത്തു വരുന്നത്. രണ്ടാമത്തെ ലക്ഷണം പെട്ടെന്നുള്ള നാണം കലർന്ന പിൻവാങ്ങലാണ്. താൻ രഹസ്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ പുരുഷൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുകയോ തന്നിലേക്ക് ശ്രദ്ധ തിരിക്കുകയോ ചെയ്യുമ്പോൾ ആ സ്ത്രീയുടെ ഉള്ളിലുണ്ടാകുന്ന മാനസികമായ തിടുക്കവും പരിഭ്രമവും വളരെ വലുതാണ്. ഈ നിമിഷത്തിൽ സ്ത്രീ പെട്ടെന്ന് കണ്ണു വെട്ടിച്ച് താഴോട്ട് നോക്കുകയോ അല്ലെങ്കിൽ ലജ്ജയോടെയും നാണത്തോടെയും മുഖം വശങ്ങളിലേക്ക് തിരിച്ചു കളയുകയോ ചെയ്യുന്നു. മനഃശാസ്ത്രത്തിൽ ഇതിനെ ഗെയ്സ് അവോയ്ഡൻസ് എന്നാണ് വിളിക്കുന്നത്. ഇത് കേവലം ഭയത്താൽ ഉണ്ടാകുന്ന ഒരു പെരുമാറ്റമല്ല, മറിച്ച് ഉള്ളിൽ പെട്ടെന്നുണ്ടാകുന്ന ആകാംക്ഷയുടെയും വികാര തരംഗങ്ങളുടെയും വ്യക്തമായ പ്രതിഫലനമാണ്. തൻ്റെ മനസ്സിലെ വികാരം കണ്ണുകളിലൂടെ പുറത്തറിഞ്ഞു പോയോ എന്ന ഭയവും എന്നാൽ ആ നിമിഷം മനസ്സിന് നൽകുന്ന അതിയായ ആനന്ദവും കലർന്ന ഈ പെട്ടെന്നുള്ള പിൻവാങ്ങൽ മനഃശാസ്ത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു ശരീരഭാഷാ സിഗ്നലാണ്. കണ്ണുകൾ തമ്മിൽ കോർക്കുന്ന ആ ചുരുങ്ങിയ മില്ലി സെക്കൻഡുകളിൽ തലച്ചോറിൽ വലിയ അളവിൽ അഡ്രിനാലിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതാണ് ഹൃദയമിടിപ്പ് കൂട്ടുന്നതും പെട്ടെന്ന് കണ്ണുവെട്ടിക്കാൻ പ്രേരണ നൽകുന്നതും. ഒരു സ്ത്രീ നിങ്ങളെ നോക്കുന്നതും നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് നാണത്തോടെ കണ്ണുവെട്ടിക്കുന്നതും ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഉള്ളിൽ ഉടലെടുത്ത നിഗൂഢമായ അനുരാഗത്തിന്റെ നിഷേധിക്കാനാവാത്ത തെളിവാണ്. മൂന്നാമത്തെ ലക്ഷണം വിടരുന്ന കണ്ണുകളും കൺപീലികളുടെ ചലനവുമാണ്.
മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വിശ്വസനീയവും സത്യസന്ധവുമായ ആശയവിനിമയ ഉപാധിയാണ് കണ്ണുകളെന്ന് എല്ലാ മനഃശാസ്ത്രജ്ഞരും ഒരുപോലെ സമ്മതിക്കുന്ന കാര്യമാണ്. നമ്മൾ വാക്കുകൾ കൊണ്ട് എന്ത് കള്ളം പറഞ്ഞാലും നമ്മുടെ കണ്ണുകൾക്കൊരിക്കലും സത്യം മറച്ചുവെക്കാൻ കഴിയുകയില്ല. തനിക്കേറെ പ്രിയപ്പെട്ടതോ അല്ലെങ്കിൽ ആഴത്തിൽ ആകർഷണം തോന്നിയതോ ആയ ഒരു വ്യക്തി മുന്നിലേക്ക് വരുമ്പോൾ നമ്മുടെ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം സജീവമാകുന്നു. ഇതിന്റെ ഫലമായി തലച്ചോറിലെ ഡോപാമൈൻ വളരെ വേഗം ഉയരുകയും അത് കൺപീലികളുടെ സ്വാഭാവികമായ വികാസത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി അവനെ കാണുമ്പോൾ അറിയാതെ തന്നെ അവളുടെ കണ്ണുകൾ കൂടുതൽ വിടരുകയും കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഉള്ളിലെ പരിഭ്രമവും ആകാംക്ഷയും കാരണം സാധാരണയിൽ കവിഞ്ഞ് കൺപീലികൾ അടച്ചു തുറക്കുന്നതിന്റെ വേഗത അതിവേഗം കൂടുകയും ചെയ്യുന്നു. ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ വിടരുന്നതും കൺപീലികൾ ഇടയ്ക്കിടയ്ക്ക് ചിമ്മുന്നതും ആ വ്യക്തിയോടുള്ള വൈകാരികമായ താല്പര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. വാക്കുകൾക്ക് മറച്ചുവെക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പോലും ഇത്തരം ചെറിയ അബോധപൂർവമായ കൺചലനങ്ങളിലൂടെ മനസ്സ് പുറത്തുവിടും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഒരാളുടെ ഉള്ളിൽ യഥാർത്ഥ വികാരമറിയാൻ അവരുടെ വാക്കുകളേക്കാൾ ഉപരി കണ്ണുകളിലേക്ക് ശ്രദ്ധിക്കുന്നത് സഹായകമാകും. നാലാമതായി സ്വയം അലങ്കരിക്കലാണ്. മനഃശാസ്ത്രത്തിൽ സബ് കോൺഷ്യസ് ഗ്രൂമിംഗ് അല്ലെങ്കിൽ പ്രീനിങ് എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രതിഭാസം ആകർഷണത്തിന്റെ മറ്റൊരു പ്രധാന ലക്ഷണമാണ്. പ്രകൃതിയിൽ മൃഗങ്ങളിലും പക്ഷികളിലും പോലും ഇണയെ ആകർഷിക്കാൻ സ്വന്തം ശരീരം അലങ്കരിക്കുന്ന പെരുമാറ്റങ്ങൾ കാണാം. മനുഷ്യരിലും ഇതിന്റെ സൂക്ഷ്മരൂപങ്ങൾ അബോധ മനസ്സിന്റെ തലത്തിൽ നിലനിൽക്കുന്നുണ്ട്. താൻ ഇഷ്ടപ്പെടുന്ന പുരുഷന്റെ സാന്നിധ്യം ചുറ്റുവട്ടത്ത് തിരിച്ചറിയുന്ന നിമിഷം തന്നെ അവന്റെ മുന്നിൽ സ്വയം കൂടുതൽ ആകർഷകമായും മനോഹരമായും കാണപ്പെടണമെന്ന ആഗ്രഹം അബോധ മനസ്സിൽ ഉടലെടുക്കുന്നു. തൽഫലമായി യാതൊരു മുൻകൂർ പ്ലാനിങ്ങും ഇല്ലാതെ തന്നെ അവൾ സ്വന്തം മുടിയിഴകൾ വിരലുകൾ കൊണ്ട് ഒതുക്കി വയ്ക്കുകയോ മുടി വശങ്ങളിലേക്ക് മാറ്റിയിടുകയോ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ കൈകൾ കൊണ്ട് ശരിയാക്കുകയോ അല്ലെങ്കിൽ ആഭരണങ്ങളിൽ വെറുതെ തൊട്ടുകളിക്കുകയോ ചെയ്യുന്നു. തൻ്റെ കഴുത്ത്, മുഖം തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് പുരുഷന്റെ ശ്രദ്ധ കൊണ്ടുവരാൻ പെൺമനസ്സ് അബോധപൂർവമായി ചെയ്യുന്ന നീക്കങ്ങളാണിത്. സ്വന്തം രൂപത്തെക്കുറിച്ചും വ്യക്തിത്വത്തെക്കുറിച്ചും പെട്ടെന്നുണ്ടാകുന്ന ഈ ബോധ്യവും ജാഗ്രതയും മനസ്സിന്റെ അടിത്തട്ടിൽ ആ പുരുഷനോട് തോന്നിയ ശക്തമായ ആകർഷണത്തിന്റെ വ്യക്തമായ തെളിവാണ്. അവൻ തൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കൂടുതൽ ഭംഗിയായി നിലകൊള്ളണമെന്ന ഉള്ളിലുള്ള തൃഷ്ണയാണ് ഈ പ്രവൃത്തിക്ക് പിന്നിൽ. അഞ്ചാമതായി ശരീരഭാഷയിലെ ചഞ്ചലതയും വിരൽ ചലനങ്ങളുമാണ്. ഉള്ളിൽ കനത്തു നിൽക്കുന്ന ശക്തമായ ആകർഷണവും വൈകാരിക തരംഗങ്ങളും പുറത്തു കാണാതിരിക്കാൻ ഒരു സ്ത്രീ മനഃപൂർവ്വം ശ്രമിക്കുമ്പോൾ ഉള്ളിൽ തടഞ്ഞു വയ്ക്കപ്പെട്ട ആ ഊർജം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലൂടെ ചെറിയ ചലനങ്ങളായി പുറത്തു വരുന്നു. മനഃശാസ്ത്രത്തിൽ ഇതിനെ ഡിസ്പ്ലേസ്മെന്റ് ബിഹേവിയർ എന്ന് വിളിക്കുന്നു. തനിക്ക് ആകർഷണം തോന്നിയ പുരുഷൻ അടുത്ത് നിൽക്കുമ്പോൾ വിരലുകൾ തമ്മിൽ കൂട്ടിപ്പിടിക്കുക, കയ്യിലിരിക്കുന്ന പേനയോ ഫോണോ മറ്റു വസ്തുക്കളോ വെറുതെ തിരിച്ചുകൊണ്ടിരിക്കുക, വസ്ത്രത്തിന്റെ അറ്റത്ത് പിടിച്ചു മുറുക്കുക, അല്ലെങ്കിൽ തറയിൽ കാൽവിരലുകൾ കൊണ്ട് വെറുതെ വരയ്ക്കുക തുടങ്ങിയ ചെറു ചലനങ്ങൾ ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്നു. പുറമേക്ക് വളരെ ശാന്തതയും സാധാരണത്വവും നടിക്കുമ്പോഴും ഉള്ളിൽ അനുഭവപ്പെടുന്ന കടുത്ത പരിഭ്രമത്തെയും ഹൃദയമിടിപ്പിനെയും ആഴത്തിലുള്ള ആകർഷണത്തെയുമാണ് ഈ ശരീരഭാഷയിലെ ചഞ്ചലത വ്യക്തമാക്കുന്നത്. തലച്ചോറിനൊരു വികാരത്തെ പൂർണ്ണമായി അടിച്ചമർത്താൻ കഴിയില്ല എന്നതിന്റെ തെളിവാണിത്. വാക്കാലുള്ള ആശയവിനിമയം നിയന്ത്രിക്കാൻ കഷ്ടപ്പെടുമ്പോൾ കൈകളുടെയും വിരലുകളുടെയും ഇത്തരം ചെറിയ ചലനങ്ങൾ അവരുടെ മനസ്സിന്റെ നിഗൂഢമായ അനുരാഗത്തെയും ആകർഷണത്തെയും തെളിയിച്ചു കാട്ടുന്നു. ആറാമത്തെ ലക്ഷണം നിസ്സാര കാര്യങ്ങളിലെ പുഞ്ചിരിയും മുഖഭാവങ്ങളിലെ മാറ്റവുമാണ്. പ്രണയമോ ആകർഷണമോ മനസ്സിൽ മുട്ടിടുമ്പോൾ മനുഷ്യ തലച്ചോറിൽ ഓക്സിറ്റോസിൻ, ഡോപാമൈൻ, സെറോട്ടോണിൻ തുടങ്ങിയ സന്തോഷം നൽകുന്ന ഹോർമോണുകൾ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. തന്മൂലം ആകർഷണം തോന്നിയ വ്യക്തിയുടെ സാന്നിധ്യത്തിൽ ഉണ്ടാകുന്ന ആന്തരിക ആനന്ദവും സന്തോഷവും പൂർണ്ണമായി മറച്ചുവെക്കാൻ ഒരു മനുഷ്യനും സാധിക്കുകയില്ല. അവിടെ വലിയ തമാശകളോ തമാശ രൂപേണയുള്ള സംഭവങ്ങളോ ഒന്നും തന്നെ നടന്നിട്ടില്ലെങ്കിൽ പോലും അവൻ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവൻ അടുത്ത് വന്ന് നിൽക്കുമ്പോഴോ അവളുടെ മുഖത്ത് തുടർച്ചയായി ഒരു മനോഹരമായ ചെറുചിരി നിൽക്കുന്നു. അവൻ പറയുന്ന നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും അവൾ ഉറക്കെ ചിരിക്കുകയോ വലിയ പ്രോത്സാഹനം നൽകുകയോ ചെയ്യുന്നു.
ഈ പുഞ്ചിരി, അവൻ നൽകുന്ന ഭൗതിക സാന്നിധ്യം ആ വ്യക്തിയിൽ ഉണ്ടാക്കുന്ന വലിയ മാനസിക സംതൃപ്തിയുടെ വ്യക്തമായ അടയാളമാണ്. അവന്റെ ഓരോ വാക്കുകളും അവളുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന പോസിറ്റീവ് തരംഗങ്ങളാണ് ആ മുഖത്ത് ചിരിയായി വിരിയുന്നത്. നിങ്ങൾ പറയുന്ന സാധാരണ കാര്യങ്ങൾക്ക് പോലും നിങ്ങളുടെ മുന്നിലുള്ള സ്ത്രീ അനായാസമായി പുഞ്ചിരിക്കുകയും നിങ്ങളുടെ സാന്നിധ്യം ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവളുടെ മനസ്സിൽ നിങ്ങൾക്കായി ഒരു പ്രത്യേക സ്ഥാനം രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഈ 7ാമത്തെ ലക്ഷണം സാമീപ്യത്തിനായുള്ള വെമ്പലാണ്. മനസ്സൊരാളിലേക്ക് വൈകാരികമായി എടുക്കുമ്പോൾ ശരീരം സ്വാഭാവികമായും ആ വ്യക്തിയുടെ ഭൗതിക സാമീപ്യം കൊതിക്കാൻ തുടങ്ങും. ഇതിനെ മനഃശാസ്ത്രത്തിൽ പ്രോക്സിമിറ്റി സീക്കിംഗ് എന്ന് വിളിക്കുന്നു. അവനോട് കഴിയുന്നത്ര അടുത്തിരിക്കാനോ അവൻ നിൽക്കുന്ന ആ ഒരു ചുറ്റളവിലേക്ക് വീണ്ടും വീണ്ടും വരാനോ ഉള്ളിലെ അബോധ മനസ്സ് തുടർച്ചയായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഇതിനായി യാതൊരു വ്യക്തമായ കാരണവുമില്ലാതെ അവന്റെ അടുത്തേക്ക് നടന്നു വരാനും അവൻ നിൽക്കുന്ന കൂട്ടത്തിലേക്ക് വന്ന് ചേരാനും അവൻ പങ്കെടുക്കുന്ന ഗ്രൂപ്പ് ചർച്ചകളിൽ ഭാഗമാകാനും അവൾ താനേ വഴികൾ കണ്ടെത്തുന്നു. ഒരു മുറിയിൽ നിരവധി ആളുകൾ ഉണ്ടെങ്കിൽ പോലും അവൾ നിൽക്കുന്ന സ്ഥാനവും അവന്റെ സ്ഥാനവും തമ്മിൽ ഒരു വോൾട്ടേജ് നിലനിൽക്കുന്നുണ്ടാകും. അവന്റെ വ്യക്തിഗത ഇടത്തിലേക്ക് കടന്നു നിൽക്കാൻ അവൾ മടി കാണിക്കാതിരിക്കുകയും അവൻ സംസാരിക്കുമ്പോൾ അവന്റെ നേരെ ശരീരം ചരിച്ചു നിൽക്കുകയും ചെയ്യുന്നത് ഇതിന്റെ ഭാഗമാണ്. ഭൗതികമായ ഈ സാമീപ്യത്തിനായുള്ള അബോധപൂർവമായ ശ്രമങ്ങൾ മനസ്സിൽ മുട്ടിടുന്ന നിഗൂഢമായ അനുരാഗത്തിന്റെ പ്രതിഫലനമാണ്. തനിക്ക് പ്രിയപ്പെട്ട വ്യക്തിയുടെ സാന്നിധ്യത്തിൽ ലഭിക്കുന്ന സുരക്ഷിതത്വവും സന്തോഷവുമാണ് അവളെ അവനിലേക്ക് അടുപ്പിക്കുന്നത്. 8ാമത്തെ ലക്ഷണം പൂർണ്ണമായ ശ്രദ്ധ നൽകലും അവൻ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നതുമാണ്. ചുറ്റും വലിയ കോലാഹലങ്ങളോ ബഹളങ്ങളോ ഒട്ടനവധി ആളുകളുടെ സാന്നിധ്യമോ ഉണ്ടെങ്കിൽ പോലും ആകർഷണം തോന്നിയ വ്യക്തി സംസാരിക്കുമ്പോൾ അവളുടെ മുഴുവൻ ശ്രദ്ധയും അവനിൽ മാത്രമായി കേന്ദ്രീകരിക്കപ്പെടുന്നു. മനഃശാസ്ത്രത്തിൽ ഇതിനെ സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് വിളിക്കുന്നു. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതിരിക്കുകയും അവൻ പറയുന്ന ഓരോ ചെറിയ കാര്യങ്ങളും വളരെ ആഴത്തിൽ ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്യുന്നു. അവൻ മുമ്പ് എപ്പോഴോ പറഞ്ഞ നിസ്സാരമായ കാര്യങ്ങൾ പോലും അവൾ ഓർത്തെടുത്ത് സംസാരിക്കുമ്പോൾ അത് പുരുഷന് വലിയ അത്ഭുതമുണ്ടാക്കാം. അവൻ പറയുന്ന അഭിപ്രായങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുകയും അവനെ മാനസികമായി പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. അവന്റെ വാക്കുകൾക്ക് നൽകുന്ന ഈ അമിത ശ്രദ്ധയും മുൻഗണനയും ഒരു സ്ത്രീയുടെ മനസ്സിലെ വികാരങ്ങളെ വ്യക്തമായി സൂചിപ്പിക്കുന്നതാണ്. അവന്റെ ശബ്ദവും ആശയങ്ങളും അവളുടെ മനസ്സിനെ അത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിന്റെ തെളിവാണിത്. ഒരാൾക്ക് നിങ്ങളോട് മാനസികമായി വലിയ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ വാക്കുകളെ അവർ ഒരിക്കലും നിസ്സാരമായി തള്ളിക്കളയുകയില്ല, മറിച്ച് അതിന് വലിയ മൂല്യം കൽപ്പിക്കുകയും ചെയ്യും. 9ാമത്തെ ലക്ഷണം പരോക്ഷമായ സംഭാഷണവും പ്രതിരോധ തന്ത്രങ്ങളുമാണ്. മനസ്സിൽ തോന്നുന്ന ആഴത്തിലുള്ള ആകർഷണം നേരിട്ട് തുറന്നു പറയാൻ ഭയക്കുന്ന പെൺമനസ്സ് അതിനായി പരോക്ഷമായ ആശയവിനിമയ മാർഗങ്ങൾ കണ്ടെത്തുന്നു. മനസ്സിലുള്ള വികാരങ്ങളും ഇഷ്ടങ്ങളും നേരിട്ട് വെളിപ്പെടുത്താതെ ചെറുതമാശകളിലൂടെയോ സൂചനകളിലൂടെയോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കളിയാക്കലുകളിലൂടെയോ മാത്രം അവനോട് സംസാരിക്കുന്നു. ഇതൊരു തരത്തിൽ മനഃശാസ്ത്രപരമായ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. അതായത് തൻ്റെ വികാരങ്ങൾ അവൻ എങ്ങനെ സ്വീകരിക്കും, അവൻ നിരസിക്കുമോ എന്ന ഭയമുള്ളതിനാൽ അത് തമാശയുടെയോ സൂചനകളുടെയോ രൂപത്തിൽ മാത്രം പുറത്തുവിടുന്നു. അവനോട് സംസാരിക്കാൻ പ്രത്യേക കാരണങ്ങൾ ഉണ്ടാക്കുക, അവന് മാത്രം മനസ്സിലാകുന്ന രീതിയിൽ രഹസ്യ സൂചനകൾ നൽകുക എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ്. നേരിട്ട് പ്രണയം പറയുന്നതിനേക്കാൾ ഇത്തരം പരോക്ഷമായ സംഭാഷണങ്ങളിലൂടെ അവനിൽ ഉണ്ടാക്കുന്ന പ്രതികരണം നിരീക്ഷിക്കാനാണ് മനസ്സ് ശ്രമിക്കുന്നത്. ഈ പരോക്ഷമായ ഇടപെടലുകൾ മനസ്സിലെ അനുരാഗത്തിന്റെ വളരെ നിഗൂഢവും എന്നാൽ സുന്ദരവുമായ ഒരു തലമാണ്. 10ാമത്തെ ലക്ഷണം ശബ്ദത്തിലെ മൃദുത്വവും ആർദ്രതയുമാണ്. മനുഷ്യന്റെ ശബ്ദ വ്യതിയാനങ്ങൾ അവരുടെ മനസ്സിലെ വൈകാരിക മാറ്റങ്ങളെ കൃത്യമായി പുറത്തു കൊണ്ടുവരുന്ന ഒന്നാണ്. സാധാരണയായി മറ്റുള്ളവരോടല്ലെങ്കിൽ കൂട്ടുകാരോട് സംസാരിക്കുന്ന രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായി തനിക്ക് ആകർഷണം തോന്നിയ പ്രത്യേക വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അവിടെ ശബ്ദത്തിൽ അറിയാതെ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ശബ്ദത്തിന്റെ താളവും ഘടനയും മാറുകയും അതിലൊരു പ്രത്യേക മൃദുത്വവും ആർദ്രതയും നാണവും ഒത്തുചേരുകയും ചെയ്യുന്നു. മനഃശാസ്ത്ര പഠനങ്ങൾ അനുസരിച്ച് തങ്ങൾക്ക് ആകർഷണം തോന്നുന്ന വ്യക്തികളോട് സംസാരിക്കുമ്പോൾ സ്ത്രീകൾ കൂടുതൽ ശാന്തവും മനോഹരവുമായ ടോണിലാണ് സംസാരിക്കാറുള്ളത്. ഈ ശബ്ദ വ്യതിയാനം അബോധ മനസ്സിൽ നിന്ന് വരുന്ന ഒന്നായതുകൊണ്ട് തന്നെ ഇതിനെ കൃത്രിമമായി ഉണ്ടാക്കാൻ സാധിക്കുകയില്ല.
അവളിലെ സ്നേഹത്തിൻ്റെയും ആകർഷണത്തിൻ്റെയും ഏറ്റവും സുന്ദരമായ തെളിവാണ് ഈ ശബ്ദത്തിലെ ആർദ്രത. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴുള്ള ശബ്ദവും നിങ്ങളോട് സംസാരിക്കുമ്പോഴുള്ള ശബ്ദവും തമ്മിൽ വ്യക്തമായ വ്യത്യാസമുണ്ടെങ്കിൽ അവളുടെ മനസ്സിൽ നിങ്ങൾക്കായി പ്രത്യേകമായൊരു വികാരം സൂക്ഷിക്കപ്പെടുന്നു എന്ന് നിസ്സംശയം മനസ്സിലാക്കാം. ഇത്തരം സൂക്ഷ്മമായ മാറ്റങ്ങൾ വെറുമൊരു സാധാരണ പെരുമാറ്റമല്ല, മറിച്ച് മനുഷ്യ മനസ്സിന്റെ വിഭ്രമാത്മകവും നിഗൂഢവുമായ അനുരാഗ സൂചനകളാണ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ ശരീരഭാഷയും കണ്ണുകളും സംസാരിക്കുന്ന മനഃശാസ്ത്രപരമായ യാഥാർത്ഥ്യങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിലും അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവത്തിലും ഇത്തരം രസകരമായ ലക്ഷണങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും വ്യക്തിയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അത് തീർച്ചയായും താഴെ കമന്റുകളിൽ പങ്കുവയ്ക്കുക. ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീർന്നു എന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.